കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം 1 വിഷു ആഘോഷിക്കുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ്. രാത്രിയും പകലും തുല്യമായ ദിവസം. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും വിഷുതുല്യമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഐതിഹ്യം: നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടി രാവണന് ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചത് എന്നും ആ ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ആണ് മറ്റൊരു വിശ്വാസം. ആചാരവും ആഘോഷവും. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ വിഷുക്കണിയാണ് പ്രധാനപ്പെട്ടത്. വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുക്കളി തുടങ്ങിയ വിഷുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. വിഷുക്കണി. ഓട്ടുരുളിയിലാണ് കണി വെക്കേണ്ടത്. അരിയും നെല്ലും ഉപയോഗിച്ച് ഉരുളി പകുതിയോളം നിറച്ച് കൂടെ അലക്കിയ മുണ്ടും സ്വർണവും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും നാരങ്ങ മറ്റ് പഴവർഗ്ഗങ്ങളും വയ്ക്കാം ഉരുളിയിൽ. കിഴക്കോട്ട് തിരികത്തിച്ച് നിലവിളക്കും നാളികേരത്തിന്റെ പാതിയും ശ്രീകൃഷ്ണ വിഗ്രഹവും വെച്ചാണ് കണി ഒരുക്കേണ്ടത്. ഇങ്ങനെ തലേന്ന് രാത്രി ഒരുക്കി വെച്ച് ഉറങ്ങാൻ കിടക്കുകയും പുലർച്ചെ എണീറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കുകയും ചെയ്യണം. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തി കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കേണ്ടത്. കുടുംബാംഗങ്ങൾ കണി കണ്ടാൽ വീടിന്റെ കിഴക്ക് വശത്ത് കൊണ്ടുപോയി പ്രകൃതിയെയും കണി കാണിച്ചു വീട്ടുമൃഗങ്ങളെയും പക്ഷികളെയും കണി കാണിക്കണം. വിഷു കൈനീട്ടം. കണി കണ്ടതിനു ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. പണവും പുത്തൻ വസ്ത്രങ്ങളുമെല്ലാം ഇതിൽപ്പെടും. വിഷു വിഭവങ്ങൾ. കേരളത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള വിഭവങ്ങളാണ് വിഷുവിനൊരുക്കുന്നത്. ഓണത്തിനുണ്ടാവുന്നത് പോലുള്ള സദ്യ ഒരുക്കുന്നു ചിലയിടങ്ങളിൽ. വള്ളുവനാട് പ്രദേശങ്ങളിൽ വിഷു ദിവസം കഞ്ഞിസദ്യയാണ് പ്രധാനം. രാവിലെ ചിലയിടങ്ങളിൽ വിഷുക്കട്ട എന്ന വിഭവവും ഉണ്ടാക്കാറുണ്ട്. തൃശ്ശൂർ ഭാഗങ്ങളിലാണ് ഇത് നിർബന്ധം. ഓണസദ്യയിൽ നിന്ന് വിഷുസദ്യയ്ക്കുള്ള വ്യത്യാസം ചക്കയും മാങ്ങയും കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാവും എന്നതാണ്. ഇവ രണ്ടും സമൃദ്ധമായി ഉണ്ടാവുന്ന കാലമായതിനാലാണ് ഇങ്ങനെ. മലബാർ ഭാഗങ്ങളിൽ വിഷുവിന് കണിവയ്ക്കുവാൻ അപ്പങ്ങൾ ചുടുന്ന പതിവുണ്ട്. ഇതിൽ നെയ്യപ്പമാണ് പ്രധാനം. കണിക്കൊന്ന. വിഷുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണിക്കൊന്ന. കേരളത്തിൽ വിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ട് എല്ലായിടത്തും കാണാം കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്നത്. കണി വയ്ക്കുമ്പോൾ കൊന്നപ്പൂവ് നിർബന്ധമാണ്.